തുടരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഏറ്റവും ആശ്വാസം അതിർത്തി ഗ്രാമങ്ങളാണ്. മാഞ്ചാക്കോട്ടിനടുത്ത് ദാർ അടക്കമുള്ള ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ സ്കൂളുകൾ നേരത്തെ തന്നെ അടച്ചിരുന്നു. മാഞ്ചാക്കോട്ടിൽ നിന്ന് നോബിൾ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജമ്മുവിലെ മാഞ്ചാക്കോട്ടിൽ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള ദാർ എന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു ഹൈസ്കൂളാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. വളരെ ചെറിയൊരു സ്കൂളാണ്. ഹൈസ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ വിപുലമായ ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ സംവിധാനങ്ങളൊക്കെ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഈ ദാറിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ചെറിയ ഒരു കെട്ടിടവും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് ചെറിയ പഴയ കെട്ടിടങ്ങൾ മാത്രമാണ് ഈ സ്കൂളിലുള്ളത്. അതായത് ഈ സ്കൂൾ എനിക്ക് ദാർ എന്ന് പറയുന്ന പ്രദേശം ഒരുപാട് മുകളിൽ, പ്രത്യേകിച്ച് മലമുകളിൽ ഉള്ള പ്രദേശമാണ്. ഇവിടെ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ്. ആ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച ഒരു സ്കൂളാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോളാർ സംവിധാനത്തിലാണ് ഇവിടുത്തെ കറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ആ കെട്ടിടത്തോട് ചേർന്ന് ഒന്ന് രണ്ട് ചെറിയ പഴയ കെട്ടിടങ്ങൾ മാത്രം, അതായത് വളരെ ചുരുങ്ങിയ കെട്ടിടം മാത്രമാണ് ഈ സ്കൂളിനുള്ളത്. ഒപ്പം ഈ പ്രദേശത്ത് ചില വീടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വീടുകൾ മാത്രമുള്ളൊരു പ്രദേശമാണ്. കാരണം വലിയ മലയുടെ മുകളിലാണ് ഈ പ്രദേശം ഉള്ളത്. വളരെ മനോഹരമായ പ്രദേശം, ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഇതിൽ ചില മലനിരകൾക്ക് അപ്പുറയാണ് പാകിസ്ഥാൻ എന്താണെങ്കിലും ഉള്ളത്. അത്തരത്തിൽ വളരെ ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്കൂൾ ഇവിടെ എന്താണെങ്കിലും പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ശക്തമായ ഷെല്ലാക്രമണവും അതോടൊപ്പം വെടിവെപ്പൊക്കെ ഈ ഗ്രാമത്തെ വലിയ തരത്തിൽ ഞെട്ടിച്ചു എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന പശ്ചാത്തലത്തിൽ ആൾക്ക് നേരിയ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏത് നിമിഷവും, പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിർത്തി ഗ്രാമങ്ങളായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പാർശ്വഫലങ്ങൾ അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന ദാർ എന്ന് പറയുന്ന ഗ്രാമമാണ് ഈ കാണുന്നത്. എന്താണെങ്കിലും നിലവിൽ ഈ ഗ്രാമത്തിൽ സമാധാനം ഉണ്ട്. ആളുകളൊക്കെ മറ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ശാന്തവും സമാധാനവുമായി കാര്യങ്ങൾ പോകുന്നു. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ വലിയ ഷെല്ലാക്രമണങ്ങൾ, ഷെല്ലിന്റെ ഒച്ചകൾ, അതോ വെടിയൊച്ചകളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഞെട്ടിക്കൊണ്ടിരുന്ന ഒരു ഗ്രാമമാണ് ഇത്. എന്താണെങ്കിലും നിലവിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇവിടുത്തെ ആളുകൾ വലിയ ആശങ്ക ഒഴിഞ്ഞ് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, മാഞ്ചാക്കോട്ട്. ശരി, നോബിൾ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും നൽകിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ കണ്ടത്.